കഥ തുടരുന്നു. ഡേവിഡിൻ്റെ കൂട്ടുകാർ സിബി പറഞ്ഞത് കേട്ട് നിൽക്കുകയായിരുന്നു. സന്ധ്യ മയങ്ങി. പ്രഭാകരനെ ആരോ രക്ഷിക്കാൻ ശ്രമിക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി. എടാ ചങ്ങാതികളെ! നിലവിളി കേട്ടിടത്തേക്ക് അവർ നോക്കി. ഡേവിഡ് ആടിയാടി വരുന്നത് അവർ കണ്ടു. അവർ ഓടിച്ചെന്നപ്പോൾ അയാൾ അവരുടെ കൈകളിലേക്ക് വീണു. ഡേവിഡിൻ്റെ ശരീരത്ത് അവിടെ മുറിവുണ്ട്. ചോര ഒഴുകുന്നു. എന്തു പറ്റിയടാ? കൂട്ടുകാർ ചോദിച്ചു. മാടസ്വാമിയും കുറേ തെമ്മാടികളും എന്നെ തല്ലി. അയ്യോ, എൻ്റെ ശരീരം ഒടിഞ്ഞു നുറുങ്ങിയതുപോലെ വേദനിക്കുന്നു. തല അനക്കാൻ മേല. ഡേവിഡ് പരീക്ഷീണനായിരുന്നു. ഉടനെ ആളുകൾ കൂടി. വിവരം പറഞ്ഞ നാട്ടുകാർ ഇളകി ഡേവിഡിനെ ആശുപത്രിയിലെത്തിച്ചു. എന്ത് പറ്റിയതാണ്? ഡോക്ടർ അനന്തൻ ചോദിച്ചു. തെമ്മാടികൾ പതിയിരുന്ന് തല്ലിയതാണ്, സിബി പറഞ്ഞു. പോക്കിരികളെയും തെമ്മാടികളെയും ചികിത്സിക്കുന്ന സ്ഥലമല്ല ഇത്. വേറെ എവിടെയെങ്കിലും കൊണ്ടുപോകൂ, ഡോക്ടർ അനന്തൻ പറഞ്ഞു. ഡേവിഡിൻ്റെ കൂട്ടുകാർക്ക് വാശിയായി. ഇവൻ തെമ്മാടിയൊന്നുമല്ല. മുതലാളിയുടെ ഗുണ്ടകളെയും കുപ്രസിദ്ധരായ വേശ്യകളെയും നിങ്ങൾ ചികിത്സിക്കുന്നുണ്ടല്ലോ. പിന്നെ ഡേവിഡിൻ്റെ കാര്യത്തിൽ എന്താണ് പക്ഷഭേദം? ഡോക്ടറെ, ഇത് തൊഴിലാളികളുടെ ഹോസ്പിറ്റലാണ്. രാജേന്ദ്രമേനോൻ്റെ കാലത്ത് ഇത് പണിയുന്നതിന് വേണ്ടി കല്ലും മരവും ചുമന്നത് ഞങ്ങളാണ്. കൊമ്പും കുഴലും കാൽസ്രായുമായി ഡോക്ടർ വന്നത് പിന്നീടാണ്, അറിയാമോ? ആളുകൾ തനിക്കെതിരാവുന്നത് കണ്ടപ്പോൾ ഡോക്ടർ അനന്തൻ ഡേവിഡിനെ അഡ്മിറ്റ് ചെയ്തു. മാടസ്വാമിയും മറ്റും ആ ചാരായക്കടയിൽ ഇരിപ്പുണ്ട്, ഒരാൾ വന്ന് പറഞ്ഞു. അജിത് മേനോൻ്റെ ഗുണ്ടകളാണ്. അവർക്കെന്താണ് ഡേവിഡിനെ തല്ലാൻ കാര്യമെന്ന് നമുക്കൊന്ന് ചോദിക്കണം, സിബി പറഞ്ഞു. അതെ, രാജേന്ദ്ര മേനോൻ മരിച്ച ശേഷമാണ് ഈ തെമ്മാടികൾ വളരാൻ തുടങ്ങിയത്. ഇതിങ്ങനെ അനുവദിച്ചു കൊടുത്താൽ നമുക്ക് സ്ഥൈര്യമായി ജീവിക്കാൻ പറ്റാതാകും. വാടാ പിള്ളേരെ! മധ്യവയസ്കനായ ഒരാൾ മുന്നിൽ നടന്നു. ചെറുപ്പക്കാർ പിന്നാലെ ചെന്നു. പോകുന്ന വഴിക്ക് വേലിയരികിൽ നിന്ന് പത്തലുകൾ ഊരിയെടുക്കാനും അവർ മറന്നില്ല. കവലയിൽ അറ്റത്തെ ചെറിയ ഷീറ്റ് കെട്ടിടമാണ് ചാരായക്കട. അകത്തുനിന്ന് ശൃംഗാരപ്പാട്ടുകൾ കേട്ടു. പൊട്ടിച്ചിരികൾ. മാടസ്വാമിയും കൂട്ടരുമാണ്. രണ്ടെണ്ണം അധികം ശാപ്പിടറാ വേലു. ഉടമ്പിൽ നീര് വയ്ക്കാതിരിക്കട്ടെ. മാടസ്വാമിയുടെ ശബ്ദം. ചുമ്മാ ശാപ്പിടറാ, മുതലാളി പെരുത്ത് കാശ് തന്നിരിക്ക്. ആളുകൾ അകത്തേക്ക് ചെന്നു. കടയുടമ ഒന്ന് സന്തോഷിച്ചു. ധാരാളം പറ്റുകാർ വരുന്നു. ഉടനെ തന്നെ ആ സന്തോഷം പോയി. ഡേവിഡിനെ തല്ലിയിട്ടാണോടാ ശരീരത്തിന് നീര് വന്നത്? മധ്യവയസ്കൻ ചോദിച്ചു. നീ ആരടാ? വേലു ചൂടായി. നിന്റെ അപ്പൻ. ബാലു കുറുവടിയുമായി ചെന്ന് അയാളുടെ ചാരായ ഗ്ലാസ് തട്ടിക്കളഞ്ഞു. ഞങ്ങളോട് കളിക്കരുത്, കുത്തും. മാടസ്വാമി കത്തി ഊരിക്കൊണ്ട് എഴുന്നേറ്റു. കത്തി പിടിച്ച കയ്യിൽ അടി വീണു. കത്തി തെറിച്ചുപോയി. തുടർന്ന് പൊതിരെ തല്ലി കിട്ടി. ചാരായക്കുപ്പികളും ഗ്ലാസുകളും പൊട്ടിച്ചിതറി. വന്നവർ ഗുണ്ടകളെ തല്ലി. അവർ മൃതപ്രായരായപ്പോൾ ഡേവിഡിൻ്റെ കൂട്ടുകാർ പിൻവാങ്ങി. എടാ കൂലി തല്ലുകാരെ, ഞങ്ങളിൽ ഒരു തൊഴിലാളിയെ തൊട്ടാലുണ്ടല്ലോ, നിൻ്റെയൊക്കെ തോലൂരി ഞങ്ങൾ ചെരുപ്പുണ്ടാക്കും. വേലുവണ്ണൻ്റെ മകൾ ഈശ്വരിയെ കൊന്നവനെ നിങ്ങൾ ഒളിപ്പിക്കുകയാണല്ലേടാ. ഞങ്ങൾ കണ്ടുപിടിക്കും. വേലുവണ്ണൻ കത്തി കയറ്റുന്നതിന് മുമ്പ് സത്യം പറയുന്നതാണ് നിങ്ങൾക്ക് നല്ലത്. ബാലു മുന്നറിയിപ്പ് കൊടുത്തു. മറ്റൊരാൾ കടക്കാരനോട് പറഞ്ഞു. 2 കാല് വീതം കൊടു, നീര് വയ്ക്കാതിരിക്കട്ടെ. പുറത്തിറങ്ങിയ അവർ സന്തോഷത്തിലായിരുന്നു. അടി അല്പം കടന്നുപോയെന്ന് തോന്നുന്നു. ഒരു കുഴപ്പവുമില്ലെന്നേ. അടി കൊണ്ടാൽ വേദനിക്കുമെന്ന് അവരുമൊന്ന് മനസ്സിലാക്കട്ടെ. വാ, നമുക്കൊരു ചായ അടിക്കാം. ശരിയാ, മേലുവേദന പോകട്ടെ. ഡേവിഡിൻ്റെ കൂട്ടുകാർ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ മാടസ്വാമിയും കൂട്ടുകാരും അവിടെയുണ്ടായിരുന്നു. അവരുടെ മുറിവുകൾ പരിശോധിക്കുകയാണ് ഡോക്ടർ അനന്തൻ. എന്താ ഡോക്ടറെ, ഗുണ്ടകളെയും തമ്മാടികളെയും ഒന്നും ഇവിടെ നോക്കില്ല എന്ന് പറഞ്ഞിട്ട്? ഡോക്ടർ അവരെ രൂക്ഷമായി ഒന്ന് നോക്കിയതല്ലാതെ മറുപടി പറഞ്ഞില്ല. അജിത് മേനോൻ ഭൂമി കുലുങ്ങുമാർ അമർത്തി ചവിട്ടിക്കൊണ്ട് അവിടേക്ക് വന്നു. ആരുടെ എൻ്റെ തൊഴിലാളികളെ തല്ലിയത്? അജിത് കോപത്തോടെ അവരെ നോക്കി. തൊഴിലാളികളല്ല, ഗുണ്ടകൾ. തൊഴിലാളികൾ ഞങ്ങളാണ്, ഡേവിഡിൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു. സൈക്കിൾ ചെയിനും മലപ്പുറം കത്തിയുമായാണോ ഇവർക്ക് ജോലി? മറ്റൊരാൾ. അവർ വളരെ പേരുണ്ടെന്ന് കണ്ട് അജിത്ത് ഒന്ന് പരുങ്ങി. ആരെയും ഞാൻ വെറുതെ വിടില്ല. പോലീസ് സ്റ്റേഷനിൽ ചെന്നാലേ നിങ്ങൾ മര്യാദ പഠിക്കുകയുള്ളൂ, അജിത്ത് മുരണ്ടു. അപ്പോൾ തൊഴിലാളി യൂണിയൻ നേതാവ് അവിടേക്ക് വന്നു. പോലീസിൻ്റെ പേര് പറഞ്ഞ് വിരട്ടണ്ട, വിളിക്ക്. പോലീസിനോട് ഞങ്ങൾക്കല്പം സംസാരിക്കാനുണ്ട്. ഈശ്വരിയെ കൊന്നവൻ ആരാണെന്ന് പ്രഭാകരനറിയാം. അവൻ അഞ്ജനയ്ക്കെതിരെ കള്ളസാക്ഷിയാണ് പറയുന്നത്. അത് മനസ്സിലാക്കുമെന്ന് തോന്നിയപ്പോഴാണ് ഡേവിഡിനെ വെടിവെച്ച് കൊല്ലാനും തല്ലിക്കൊല്ലാനും ശ്രമിച്ചത്. ഇതിൻ്റെയൊക്കെ പിന്നിൽ ആരൊക്കെയാണെന്ന് ഞങ്ങൾക്കൊക്കെ ഊഹിക്കാൻ കഴിയുന്നുണ്ട്. എന്നാൽ ചെന്ന് പോലീസിനോട് പറയടാ, അജിത് ദേഷ്യപ്പെട്ടു. എന്താ സംശയം? പറയും, സമയമാവട്ടെ, സിബി പറഞ്ഞു. അപ്പോൾ ആൾക്കൂട്ടത്തിനിടയിൽ നിന്നൊരു ശബ്ദം. കുതിരക്കാരൻ കുടുംബക്കാരനായത് നിജമാ? മാനേജർ മുതലാളിയായത് നിജമാ? അയാൾ പൂർത്തിയാക്കുന്നതിന് മുമ്പ് അജിത്ത് അലറി. കൊല്ലും ഞാൻ! ആളുകൾ കൂകി. വരൂ. ഡോക്ടർ അനന്തൻ അജിത്തിനെ വിളിച്ചുകൊണ്ട് പോയി. ഈ ചെറ്റകളോട് ആരാണ് സംസാരിക്കുന്നത്? കങ്കാണി വേലു കത്തിക്ക് മൂർച്ച കൂട്ടുന്നുണ്ട്, അത് മറക്കണ്ട, ബാലു വിളിച്ചു പറഞ്ഞു. കൂട്ടുകാർ ഡേവിഡിൻ്റെ അടുത്തേക്ക് പോന്നു. അഞ്ജന ആകെ അസ്വസ്ഥയായിരുന്നു. മൃദുലയാണ് അവൾക്ക് ധൈര്യം നൽകിയത്. ആലോചിച്ച് നോക്കിയപ്പോൾ ചാൾസ് പറഞ്ഞതിൽ കുറേ കാര്യമുണ്ടെന്ന് അഞ്ജനയ്ക്ക് തോന്നി. അതിൻ്റെ സത്യാവസ്ഥ അറിയണമെങ്കിൽ മമ്മിയോടും ഡ്രൈവർ മാധവനോടും സംസാരിക്കണം. അതിന് ഈ തടവറയിൽ നിന്ന് പുറത്തു കടക്കണം.
ഇവിടുത്തെ കാവൽക്കാരാണെങ്കിൽ പുറത്തു പോകാൻ തങ്ങളെ അനുവദിക്കുന്നുമില്ല. ഭയപ്പെടുത്തി തങ്ങളെ ഒതുക്കാനാണ് അവരുടെ ശ്രമം. അഞ്ജനയ്ക്ക് വാശിയായി. തോമാച്ചൻ അവർക്ക് ഭക്ഷണമായി വന്നപ്പോൾ അഞ്ജന ജീപ്പിൻ്റെ താക്കോൽ ചോദിച്ചു. എന്തിനാണ് കുഞ്ഞേ? എനിക്കൊന്ന് പുറത്തു പോകണം, വണ്ടി വേണം, അവൾ പറഞ്ഞു. അയ്യോ കുഞ്ഞേ, വെളിയിൽ ഇറങ്ങരുത്. ആ കങ്കാണി വേലുവോ പോലീസുകാരോ കണ്ടാൽ കുഴപ്പമാണ്. അതുകൊണ്ടല്ലേ മുതലാളി നിങ്ങളെ രഹസ്യമായി ഇവിടെ പാർപ്പിച്ചിരിക്കുന്നത്, രാജപ്പൻ തടഞ്ഞു. അഞ്ജന തോമാസിൻ്റെ കയ്യിൽ നിന്ന് ബലമായി താക്കോൽ വാങ്ങി. അവർ കൊന്നാലങ്ങ് കൊല്ലട്ടെ, തനിക്കെന്താണ് ഛേദം? വാടി, അയാളൊരു സംരക്ഷകൻ വന്നിരിക്കുന്നു. അഞ്ജന മൃദുലയെയും വിളിച്ചുകൊണ്ട് ജീപ്പിൽ കയറാൻ തുടങ്ങി. കുഞ്ഞെ, ഞങ്ങൾ വിടില്ല, വിടാൻ ഞങ്ങൾക്ക് അനുവാദമില്ല. തോമാച്ചൻ മുന്നോട്ട് വന്നു. ഇതെൻ്റെ എസ്റ്റേറ്റാണ്, എന്നെ തടയാൻ നിങ്ങളാരാണ്? ആരാണെന്ന്? അവൾ അവരെ രൂക്ഷമായി നോക്കി. എന്നെ വിടാൻ തനിക്ക് അനുവാദം വേണോ? ആരുടെ? അവരൊന്ന് പരുങ്ങി. വാടി. അഞ്ജന മൃദുലയെയും കൊണ്ട് ജീപ്പിൽ കയറാൻ തുടങ്ങിയപ്പോൾ തോമാച്ചൻ അവരുടെ ചുമലിൽ ബലമായി പിടിച്ചു. പോകരുത്, ഞങ്ങൾ വിടില്ല. അഞ്ജന തിരിഞ്ഞ അയാളെ നോക്കി. കൈയെടുക്ക് തോമാച്ച. പോകാൻ പറ്റില്ല, അജിത് മുതലാളിയുടെ കൽപ്പനയാണ്, അവൻ പറഞ്ഞു. അഞ്ജനയുടെ മുഖം കോപം കൊണ്ട് തുടുത്തു. അവൾ അവൻ്റെ കൈ തട്ടിക്കളഞ്ഞിട്ട് കരണത്തൊരടി കൊടുത്തു. ഞങ്ങളെ ഈ തടവറയിൽ അടച്ചിടുന്നതിൻ്റെ ഉദ്ദേശമൊക്കെ എനിക്കറിയാം. അജിത് മുതലാളിയോട് പറഞ്ഞേരെ, ഭാര്യയോട് കൽപ്പിച്ചാൽ മതിയെന്ന്. അഞ്ജന വേഗം ജീപ്പിൽ കയറി ഓടിച്ചു പോയി. നേരെ ചെന്ന് മമ്മിയെ കാണണമെന്നാണ് അവൾ ആദ്യം കരുതിയത്. പിന്നീട് തീരുമാനം മാറ്റി. നമുക്ക് ഡ്രൈവർ മാധവനെ ആദ്യം കാണാം. അവൻ ശരീരമാകെ മുറിഞ്ഞ് റെസ്റ്റ് എടുക്കുകയല്ലേ? അഞ്ജന മൃദുലയെ നോക്കി. അതെ, അയാളുടെ തല മുറിഞ്ഞ് ചോര ഒഴുകുന്നത് കണ്ട് നടുങ്ങിയ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. എന്തൊരു ഹൊറിബിൾ സീനായിരുന്നു അത്, മൃദുല മന്ത്രിച്ചു. അതൊരു അഭിനയമായിരുന്നെന്ന് എനിക്ക് വിശ്വസിക്കാനേ കഴിയുന്നില്ല. ഡ്രൈവർ മാധവൻ്റെ ലായത്തിന് മുന്നിൽ ജീപ്പ് നിന്നു. മാധവൻ ഭാര്യയുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അഞ്ജനയെ കണ്ട് എഴുന്നേറ്റ് ഓടാൻ തുടങ്ങിയ അയാളെ അവൾ വേഗം ചെന്ന് പിടിച്ചു നിർത്തി. ചേട്ടൻ എന്താ ഓടുന്നത്? കുഞ്ഞിനെ പെട്ടെന്ന് കണ്ടപ്പോൾ ആളയച്ചാൽ മതിയായിരുന്നല്ലോ കുഞ്ഞെ, അയാൾ വിനീതനായി പറഞ്ഞു. പോരാ, എനിക്ക് നിങ്ങളെ നേരിൽ കാണണമായിരുന്നു. എവിടെ ചേട്ടാ മുറിവുകൾ? കൊലയാളികൾ നിങ്ങളെ വെട്ടിയില്ലേ? അവൾ അയാളുടെ ഷർട്ട് വലിച്ചു കീറി. അയാളുടെ ശിരസിലോ കഴുത്തിലോ ശരീരത്തിലോ മുറിവിൻ്റെ യാതൊരു അടയാളവുമില്ലായിരുന്നു. എന്നെ കൊല്ലാൻ താനും കൂട്ടുനിൽക്കുകയായിരുന്നു അല്ലേ? അഞ്ജന അയാളുടെ കോളറിന് പിടിച്ചുകൊണ്ട് ദുഃഖവും വേദനയും കോപവും നിയന്ത്രിക്കാനാവാതെ അലറി. അവൾ വിറയ്ക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഇരുവശങ്ങളിലുമായി കീറിയ ഷർട്ട് തൂങ്ങിക്കിടന്നു. എൻ്റെ ഡാഡിയുടെ ചോറ് തിന്നതിൻ്റെ നന്ദി നിങ്ങൾക്കില്ലാതെ പോയല്ലോ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. മാധവൻ്റെ ഭാര്യ ഭയന്നു പോയി. മാധവൻ പിടിവിടുവിച്ച് ഓടാൻ ശ്രമിച്ചു. അപ്പോൾ മൃദുല അയാളുടെ ചുമലിൽ ബലമായി പിടിച്ചു. പോകാൻ വരട്ടെ, ഞങ്ങൾക്കല്പം സംസാരിക്കാനുണ്ട്. ആ പെൺകുട്ടികൾ പുലികളായി കഴിഞ്ഞു. എന്തിനാണ് നിങ്ങൾ ഈ നാടകം കളിച്ചത്? എന്നെ കൊല്ലാൻ കൂട്ടുനിന്നത്? അഞ്ജന മാധവനോട് ചോദിച്ചു. എന്നോടൊന്നും ചോദിക്കരുത് കുഞ്ഞെ, എനിക്കൊന്നും അറിയില്ല. അയാൾക്കറിയാൻ തുടങ്ങി. തനിക്ക് എല്ലാം അറിയാം. പോലീസിൽ പോകേണ്ടതാണെങ്കിൽ എന്നോട് സത്യം പറയും, അവൾ ഭീഷണിപ്പെടുത്തി. ഇല്ല, എനിക്കൊന്നും അറിയില്ല. അപ്പോൾ തനിക്ക് പോലീസിൻ്റെ അടി വാങ്ങിക്കണം. ഞാൻ തനിച്ചു വരുമെന്ന് താൻ കരുതി. മൃദുലയെ കൂടി കണ്ടപ്പോൾ ആ മലമ്പ്രദേശത്ത് വെച്ച് അങ്ങനെയൊരു നാടകം നടത്തി അല്ലേ? അഞ്ജന ചോദിച്ചു. അഞ്ജനയെ കൊന്നിട്ട് കൊലയാളികൾ നിങ്ങളെയോ ഉപദ്രവിച്ചിട്ട് അത് ചെയ്തുവെന്ന് എന്നെക്കൊണ്ട് സാക്ഷി പറയിക്കണമായിരുന്നു അല്ലേ? മൃദുല മാധവനോട് ചോദിച്ചു. അയാൾ നിന്നു പരുങ്ങി. ആരാണ് നിന്നെ അതിനയച്ചത്? കൂടെയുണ്ടായിരുന്ന കൊലയാളികൾ ആരാണ്? അഞ്ജന ചോദിച്ചു. ഞാൻ പറയില്ല, അയാൾ നിഷേധിച്ചു. പറയും, തന്നെ കൊണ്ട് ഞാൻ പറയിക്കും. ഞാൻ രാജാന്തരൻ മേനോൻ്റെ മോളാണ്, അറിയാമോ തനിക്ക്? അഞ്ജന കോപം കൊണ്ട് ജ്വലിച്ചു. മാധവന് അവളുടെ നേരെ നോക്കാൻ ധൈര്യമുണ്ടായില്ല. അയാൾ അവർക്കിടയിൽ നിന്ന് ഓടി പിന്നിലെ വാതിലിലൂടെ മറഞ്ഞു. അഞ്ജന ചെന്നപ്പോൾ അയാൾ തേയിലത്തോട്ടത്തിലൂടെ കുതിച്ചു പായുകയായിരുന്നു. അവൾ അയാളുടെ ഭാര്യയോട് പറഞ്ഞു. എൻ്റെ ഡാഡിയുടെ ഉപ്പും ചോറും തിന്നു വളർന്ന അയാൾ എന്തിനാണ് എന്നെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് എനിക്കറിയണം. അയാൾക്ക് ഈ എസ്റ്റേറ്റ് വിട്ട് ഓടിപ്പോകാൻ കഴിയുമോ? അയാളെ ഞാൻ വെറുതെ വിടുകയില്ലെന്ന് പറഞ്ഞേര്. എനിക്കൊന്നും അറിയില്ല എൻ്റെ കുഞ്ഞെ, കേട്ടിട്ട് എനിക്ക് പേടിയാകുന്നു. അത് ഞാൻ എന്ത് കുഴപ്പമാണ് ഉണ്ടാക്കിയത്? ആ സ്ത്രീ കരഞ്ഞു പറഞ്ഞു. അങ്ങേരൊരു സാധുവാണ്, ചതിക്കരുത് കുഞ്ഞെ. ഈ എസ്റ്റേറ്റ് അല്ലാതെ ഞങ്ങൾക്ക് വേറൊരു ജീവിതമാർഗമില്ല. എന്നെ കൊല്ലാൻ കൂട്ടുനിന്നവനെ ഞാൻ വെറുതെ വിടില്ല. അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചവർ ആരാണെന്ന് അയാൾക്കറിയാം. അവരെപ്പറ്റി പറയാതെ ഓടിയത് കണ്ടോ? അവൻ എവിടെ വരെ ഓടുമെന്ന് എനിക്കൊന്നറിയണം. അഞ്ജന കോപം കൊണ്ട് വിറച്ചു. ഇവിടെ ആരൊക്കെയാണ് വന്ന് ഗൂഢാലോചന നടത്തിക്കൊണ്ടിരുന്നത്? മൃദുല ചോദിച്ചു. ആരൊക്കെയോ വന്ന് അങ്ങേരുമായി വർത്തമാനം പറയുന്നുണ്ടായിരുന്നു. അവരെന്താണ് പറയുന്നതെന്ന് കേട്ടില്ലേ? ഇല്ല, ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് എനിക്കെന്ത് കാര്യം കുഞ്ഞെ? അജിത് മേനോൻ ഇവിടെ വന്നിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. അയാൾ എന്താണ് പറഞ്ഞത്? മുതലാളി എന്താണ് പറഞ്ഞതെന്ന് എനിക്കറിയില്ല. എന്നോടൊന്നും പറഞ്ഞുമില്ല, ചോദിച്ചുമില്ല. വേറെ നിങ്ങൾക്കറിയാവുന്നവർ ആരൊക്കെയാണ് വന്നിട്ടുള്ളത്? വീരപ്പനും തോമാച്ചനും. ഇയാൾ മുറിവുകളൊന്നുമില്ലാതെ രോഗിയായി അഭിനയിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ? കണ്ടു. അതേപറ്റിയൊന്നും നീ അറിയേണ്ടെന്ന് എന്നോട് പറഞ്ഞു.
വാടി, ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. മാധവൻ തുള്ളിക്കൊണ്ട് എൻ്റെ അടുത്ത് വരും, അതെനിക്കറിയാം. അഞ്ജന മൃദുലയുടെ കൈ പിടിച്ചു ചെന്ന് ജീപ്പിൽ കയറി. നേരെ ബംഗ്ലാവിലേക്കാണ് അഞ്ജന ചെന്നത്. അഞ്ജന മമ്മിയുടെ അടുത്തേക്ക് ചെന്നു. മൃദുല ഗസ്റ്റ് റൂമിൽ നിന്നതേയുള്ളൂ. മകളുടെ മട്ടുകണ്ട് മേനക സംശയിച്ചു. എന്താണ് അമ്മയുടെ ഉദ്ദേശം? എന്ത്? അവർ തെല്ലമ്പരപ്പോടെ ചോദിച്ചു. എന്നെ എന്തിനാണ് ഇതുവരെ ആ ഔട്ട് ഹൗസിൽ പൂട്ടിയിട്ടിരുന്നത്? നിന്നെ അപകടത്തിൽ നിന്ന് രക്ഷിക്കാൻ, മേനക പറഞ്ഞു. അല്ല, എന്നെ അപകടപ്പെടുത്താൻ. ആരാണ് നിന്നെ അപകടപ്പെടുത്തുന്നത്? നിന്നോട് ഇതൊക്കെ ആരാ പറഞ്ഞത്? മമ്മി, ഇനിയും എന്നെ വിഡ്ഢിയാക്കാൻ ശ്രമിക്കരുത്. നീ എന്തൊക്കെയാണ് പറയുന്നത്? വേണ്ട, നാടകം കളിക്കണ്ട. മമ്മിയുടെ ഭർത്താവുണ്ടല്ലോ, മിസ്റ്റർ അജിത് മേനോൻ. അവൻ എന്നെ തടവിൽ വയ്ക്കാൻ ശ്രമിക്കുകയാണ്. എന്താണ് അവൻ്റെ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. മമ്മിക്കും അതറിയാം. എന്നെ കൊല്ലാൻ ശ്രമിച്ചതും അവനാണ്. മമ്മിയും അതിന് കൂട്ടുനിന്നു, ശരിയല്ലേ? മമ്മിക്ക് ചെറുപ്പക്കാരനായ ഭർത്താവിനെ ആവശ്യമായി വന്നപ്പോൾ ഡാഡി മരിച്ചു. ഇപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തുപദ്രവമാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്തിട്ടുള്ളത്? പറയ്. ഞാൻ ഇവിടേക്ക് വന്നത് മമ്മിക്ക് ഇഷ്ടമായില്ലേ? മുഖത്തടിക്കും മട്ടിൽ അഞ്ജന ചോദിച്ചു. അവൾ വിറയ്ക്കുകയായിരുന്നു. മോളെ, മേനകയുടെ ശബ്ദം പതറി. ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല, അവൾ പറഞ്ഞു. മേനക അവളെ നോക്കി. തനിക്ക് താൻ പോന്നവളായി തൻ്റെ മകൾ വളർന്നിരിക്കുന്നതായി മേനകയ്ക്ക് തോന്നി. ഞാനിവിടെ വന്നപ്പോൾ മുതൽ ശ്രദ്ധിക്കുന്നു. മമ്മി എന്നോട് സ്നേഹമായി ഒരു പ്രാവശ്യം പോലും പെരുമാറിയിട്ടില്ല. ഡാഡി ഉണ്ടായിരുന്നപ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ. മമ്മിക്ക് ഞാൻ മാത്രമല്ലേ മകളായിട്ടുള്ളൂ? ഒരിറ്റ് സ്നേഹം തന്നാൽ ഞാൻ എത്രയധികം സന്തോഷിക്കുമായിരുന്നെന്നറിയാമോ? ഇപ്പോൾ എന്നെ കൊല്ലാൻ ശ്രമിക്കുന്നു. എന്തിനാ? എനിക്കതറിയണം. എന്നെ കൊല്ലാൻ അജിത് മേനോന് എന്താണ് കാര്യം? അയാളെ ഞാൻ വെറുതെ വിടില്ല. അയാൾ എന്നെ ഭരിക്കാൻ വന്നിരിക്കുന്നു. അയാൾ അവിടെ മാനേജറുടെ കസേരയിൽ ഇരുന്നപ്പോൾ എന്നെ ധൈര്യത്തോടെ നോക്കിയിട്ട് പോലുമില്ല. ഡാഡിയുടെ മുന്നിൽ പുച്ഛമടക്കി നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവനാണിപ്പോൾ കംസനായി വന്നിരിക്കുന്നത്. അഞ്ജന മമ്മിയെ സൂക്ഷിച്ചു നോക്കി. അവർ ഒരക്ഷരം മിണ്ടിയില്ല. പൊട്ടിത്തെറിക്കാൻ തുടങ്ങുന്ന ഒരു അഗ്നിപർവ്വതം പോലെ അവർ ശാന്തയാണെന്ന് അവൾക്ക് തോന്നി. മമ്മിയുടെ കവിൾത്തടങ്ങളും കഴുത്തും കരുവാളിച്ചതുപോലെ അവൾക്ക് തോന്നി. അഞ്ജന അടുത്ത് ചെന്ന് നോക്കി. മുതുകിലും വയറ്റിലുമെല്ലാം പാടുകൾ. ചാട്ടവാറ് കൊണ്ടോ ബെൽറ്റ് കൊണ്ടോ അടിച്ചതുപോലുള്ള പാടുകൾ. മമ്മി, ഈ കാണുന്നത് എന്താണ്? അവൾ ചോദിച്ചു. ആരാണ് മമ്മിയെ പീഡിപ്പിക്കുന്നത്? പറയൂ മമ്മി. അവൾ മേനകയുടെ ചുമലുകളിൽ പിടിച്ചു കുലുക്കി. പറയൂ മമ്മി. മേനകയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകി. അഞ്ജന തിണർത്ത് കരിവാളിച്ചു കിടക്കുന്ന ആ പാടുകളിൽ തലോടി. എൻ്റെ ദൈവമേ, മമ്മിയെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ആരാണ്? അയാളാണോ ആ അജിത് മേനോൻ? എന്തിനാണ് അയാൾ മമ്മിയെ ഉപദ്രവിക്കുന്നത്? എൻ്റെ മോളെ, മേനക മകളെ കെട്ടിപ്പിടിച്ച് കരഞ്ഞു. എനിക്കറിയാം മമ്മി, അവനൊരു ചെകുത്താനാണ്. മമ്മി എന്തിനാണ് അജിത് മേനോനെ ഇവിടെ താമസിപ്പിച്ചിരിക്കുന്നത്? അടിച്ചിറക്കണം അവനെ, അഞ്ജന പറഞ്ഞു. മേനക അപ്പോഴും കരഞ്ഞതേയുള്ളൂ. പിന്നിൽ കാൽപെരുമാറ്റം കേട്ടു. അജിത് മേനോൻ. കയ്യിൽ ഒരു ഫയലുമായി അയാൾ അവിടേക്ക് വന്നു. മേനക പെട്ടെന്ന് പിന്നോട്ട് മാറി സാരി കൊണ്ട് കണ്ണുകളൊപ്പി. എന്താണ് ഇവിടെ? എന്തു പറ്റി? എന്തിനാണ് മേനക കരയുന്നത്? അജിത് മേനോൻ ചോദിച്ചു. ഒന്നുമില്ല, ഒരു തലവേദന, മേനക ഭീതിയോടെ പറഞ്ഞു. എന്നിട്ട് ഡോക്ടറെ വിളിച്ചില്ലേ? മരുന്നൊന്നും കഴിച്ചില്ലേ? ഗുളിക കഴിച്ചു, മേനക പറഞ്ഞു. എന്നിട്ടും കുറവില്ലേ? എങ്കിൽ ഡോക്ടർ അനന്തനോട് പറയൂ, മേനോൻ നിർദ്ദേശിച്ചു. അഞ്ജന അയാളെ നോക്കി നിൽക്കുകയായിരുന്നു. അയാൾ ഫയലുമായി അഞ്ജനയുടെ അടുത്തേക്ക് വന്നു. നമ്മൾ പുതിയൊരു ഫാക്ടറി തുടങ്ങുകയാണ്. അത് അഞ്ജനയുടെ പേരിലാണ് ഞാൻ കണക്കുകളുണ്ടാക്കിയിരിക്കുന്നത്. മെഷീനറീസ് ഇറക്കുമതി ചെയ്യാനുള്ള ഈ പേപ്പറുകളിൽ അഞ്ജനയുടെ ഒപ്പുകൾ വേണം, അയാൾ പറഞ്ഞു. അവൾ അത് വാങ്ങി നോക്കി. കമ്പനിയുടെ ബ്ലാങ്ക് ഹെഡിങ് പേപ്പറുകളും സ്റ്റാമ്പ് പേപ്പറുകളുമായിരുന്നു അത്. ഓരോന്നിൻ്റെയും അടിയിൽ അഞ്ജന പേര് വെച്ച് ഒപ്പിടണം. ഇനി ഉത്തരവാദിത്തങ്ങളൊക്കെ അഞ്ജനയ്ക്കാണ്, അയാൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു. ഇതിലൊന്നും എഴുതിയിട്ടില്ലല്ലോ, അവൾ ചോദിച്ചു. ഇമ്പോർട്ടിംഗ് ഫോർമാലിറ്റീസിൻ്റെ ഡീറ്റെയിൽസ് കിട്ടിയിട്ട് വേണം മാറ്റർ ടൈപ്പ് ചെയ്യുവാൻ. ഞാൻ നാളെ കൊച്ചിയിലേക്ക് പോവുകയാണ്. അഞ്ജനയെ കൂട്ടിക്കൊണ്ടുപോയി ബുദ്ധിമുട്ടിക്കേണ്ടെന്ന് കരുതിയാണ് ഇങ്ങനെ ചെയ്യുന്നത്. അഞ്ജന അയാളുടെ കണ്ണുകളിലേക്ക് നോക്കി. പിന്നെ ആ കടലാസുകൾ വലിച്ചു കീറിക്കളഞ്ഞു. അഞ്ജനെ, അയാൾ മുഖത്തടിയേറ്റവനെ പോലെ വിളിച്ചു. എൻ്റെ എസ്റ്റേറ്റിൽ ഫാക്ടറി വേണോ എന്ന് ഞാൻ കൂടി ആലോചിക്കട്ടെ, അവൾ പറഞ്ഞു. നീ എന്നെ ധിക്കരിച്ചു. എൻ്റെ മമ്മിയെ താൻ തല്ലി ഭീഷണിപ്പെടുത്തി ഒതുക്കിയിരിക്കാം. പക്ഷേ അതെന്നോട് വേണ്ട. ഞാനാണ് ഈ എസ്റ്റേറ്റിൻ്റെ ഉടമ, രാജേന്ദ്ര മേനോൻ്റെ മകൾ. അവൾ വിറയ്ക്കുകയായിരുന്നു. യു ബാസ്റ്റേർഡ്, എന്നോട് എതിർക്കുന്നോ? മേനോൻ പല്ലു ഞെരിച്ചു. ഷട്ടപ്പ്, അഞ്ജന അലറി. തനിക്കിനി ഇവിടെ കാര്യമില്ല. താൻ എൻ്റെ മമ്മിയെ നിയമപരമായി വിവാഹം കഴിച്ചിട്ടൊന്നുമില്ലല്ലോ. ഗെറ്റ് ഔട്ട്, അഞ്ജന വെളിയിലേക്ക് കഴിച്ചുകൊണ്ടി. ഇനി ഇവിടെ കണ്ടുപോവരുത്. അജിത് മേനോൻ അടിയേറ്റതുപോലെ നിന്നു. അയാൾ ഈറ്റ പുലിയെ പോലെ അഞ്ജനയുടെ നേരെ അടുത്തു. പടക്കം പൊട്ടുന്നത് പോലെ അവളുടെ കവിളുകളിൽ അടി വീണു. അവൾ നിലവിളിച്ചു. ഭൂമി ഉരുളുന്നത് അവൾ കണ്ടു. കഥ തുടരും.